നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 604 604. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 604. 99 സർഗം. അക്രൂരന് കാളിന്തിയിൽ ഭഗവത് ദർശനം. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ സർഗത്തിൽ, അതായത് ഗോപി വിലാപം 603 അവസാനത്തെ ശ്ലോകം 48. അനന്ത കല്യാണ ഗുണാഭിരാമ മുകുന്ദ ഗോവിന്ദ മഹാനുഭാവ മനസ്സുടൻ നീടിന ഗോപിമാരെ മറന്നിടായിക ഉള്ളിൽ മനോഹരാംഗ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇവിടെ അക്രൂരന് കാളിന്തിയിൽ ഭഗവത് ദർശനം, അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. ഗോപീജനങ്ങൾ ഈ വണ്ണം പലതും ചൊല്ലി നിൽക്കവേ തേർത്തെളിപ്പാൻ പുറപ്പെട്ടാൻ അക്രൂരൻ മെല്ലവേ. വളരെ പ്ലെയിൻ ടോക്കാണ്. ഗോപീജനങ്ങൾ ഈ വണ്ണം പലതും ചൊല്ലി നിൽക്കവേ തേർത്തെളിപ്പാൻ പുറപ്പെട്ടാൻ അക്രൂരൻ മെല്ലവേ. കൃഷ്ണൻ ഒന്നരുളി ചെയ്തു കേൾക്കുവാനുള്ളിലെത്രയും വെമ്പിയെ നിൽക്കും അവർ തൻ വിലാപം കേട്ടു കേശവൻ. കൃഷ്ണൻ ഒന്നരുളി ചെയ്തു കേൾക്കുവാൻ, എന്തെങ്കിലും ഒരു വാക്ക് കൃഷ്ണനാൽ ഉരിയാടി കേൾക്കാൻ കൊതി പൂണ്ടിട്ടുള്ള ആ ഗോപസ്ത്രീകൾ ഉള്ളിൽ എത്രയും വെമ്പിയെ നിൽക്കും അവർ തൻ വിലാപം കേട്ടു കേശവൻ. ശ്രീതാമാദികളഞ്ചാറു പേരെ മെല്ലെ വിളിച്ചുടൻ. ശ്രീതാമാവ് മുതൽ ഒരു 5-6 ഗോപകുമാരന്മാരെ വിളിച്ച് ഓതിനാൻ ഈ വിധം ചൊല്ലുവാൻ. ആരോടെ? ഗോപസ്ത്രീകളോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു. കണ്ണീരൊപ്പുന്ന നിങ്ങളെ കാണാൻ കണ്ണീരൊപ്പുന്ന നിങ്ങളെ, അല്ലെങ്കിൽ കണ്ണീരൊഴുക്കുന്ന നിങ്ങളെ. അപ്പോൾ ഭഗവാൻ നോക്കുമ്പോൾ ഇവർ കണ്ണീരൊപ്പലുണ്ട്. അപ്പോൾ കണ്ണീരൊപ്പുന്ന നിങ്ങളെ കാണാൻ വയ്യായകയാൽ ഈ ഞാൻ നേരിട്ടങ്ങണയായകയാം. അതുകൊണ്ടാണ് ഞാൻ നേരെ നിങ്ങൾ മുമ്പിൽ വരാത്തത്. ഗോപിയും കൃഷ്ണനും തമ്മിലുള്ള അഛേദ്യബന്ധം അതായത് ഛേദിക്കാൻ പറ്റാത്ത ബന്ധം ഉണ്ട് ഞാനും നിങ്ങളും എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞതേ. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലാണ് കൃഷ്ണനെന്നും ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണെന്നും ഒക്കെ മനസ്സിലാക്കിയാൽ നമ്മളിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ പുറത്ത് കളയാൻ പറ്റുമോ? ഇല്ല. ഭഗവാൻ ഇറങ്ങിപ്പോണത് എന്തുകൊണ്ടാണ്? ഈ ശരീരം എന്താഗ്രഹിച്ചിട്ടുണ്ട് അത് നിവർത്തിക്കുമ്പോഴാണ് ഈ ശരീരത്തിൽ നിന്ന് ഭഗവാൻ ഇറങ്ങിപ്പോണത്. എന്താണ് പൂർവ്വജന്മത്തിൽ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത് അത് അനുഭവിച്ചു കഴിഞ്ഞാൽ ശരിയോ തെറ്റോ അദ്ദേഹത്തിന് നോക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഗോപിയും കൃഷ്ണനും തമ്മിലുള്ള അച്ഛേദ്യബന്ധം ഇതെന്നും ഉള്ളിലുണ്ടായാൽ അതേ മതി ജയിച്ചു ഞാനും നിങ്ങളും ഒന്നാണെന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ടായാൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരൻ ജയിച്ചു, ധർമ്മം ജയിച്ചു എന്ന് അർത്ഥം പറയാം അതിന്. അപ്പോൾ വൃന്ദാവനം മറക്കില്ല മുകുന്ദനൊരു കാലവും. ഇനി എന്താ വേണ്ടത്? ഇതെന്നും ഉള്ളിലുണ്ടായാൽ അതേ മതി ജയിച്ചു ഞാൻ വൃന്ദാവനം മറക്കില്ല മുകുന്ദൻ ഒരു കാലവും. വൃന്ദാവനം മറക്കില്ല എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലുള്ളവരെ മറക്കില്ല എന്നാണ്.
സത്യമാണിത്, സന്തോഷിച്ച ഏവരും വിശ്വസിക്കണം. എനിക്ക് നിങ്ങളോട് നുണ പറയേണ്ട ആവശ്യമില്ല. സത്യമാണ് ഇത്, സന്തോഷിച്ച ഏവരും വിശ്വസിക്കണം. സഖിമാരത്രയും നിങ്ങൾ നിർബന്ധിച്ചുര ചെയ്യുകിൽ വേണ്ടെന്ന് വയ്ക്കും ഈ യാത്ര സംശയിക്കേണ്ട ലേശവും. നിങ്ങൾ അസന്നിഗ്ധമായിട്ട് പറയണ പോകരുതെന്ന് പറയാൻ പോകാണ്ടിരിക്കില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. വേണ്ടെന്ന് വയ്ക്കും ഈ അപ്പോൾ സഖിമാരത്രയും നിങ്ങൾ നിർബന്ധിച്ചുര ചെയ്യുകിൽ വേണ്ടെന്നു വയ്ക്കും ഈ യാത്ര സംശയിക്കേണ്ട ലേശവും. ധനുര്യാഗോത്സവം കാണാനല്ല ഞാൻ പോവതോർക്കണം. അതാണ് സത്യം. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് നിങ്ങളുടെ എതിരുണ്ടാവരുത്. എൻ്റെ ജന്മനിയോഗമാണതല്ലേ. അപ്പോൾ ധനുര്യാഗോത്സവം കാണാനല്ല ഞാൻ പോവതോർക്കണം. അടിയന്തരമായുണ്ടു ചില കാര്യങ്ങൾ ചെയ്യുവാൻ. കംസനെ വധിക്കണം വെച്ചിട്ട് തന്നെയാണ് പോണതേ. അടിയന്തരമായുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ, അതെല്ലാം ആവതും വേഗം ചെയ്തു തീർത്തു മടങ്ങിടും. ഇത്രയും ചൊല്ലി മിത്രങ്ങളുടൻ തന്നെ മടങ്ങവേ ഗോപി ഹൃദയ പത്മങ്ങൾ മെത്ത പോലെ വിരിച്ചതിൽ. ഇതങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ഗോപസ്ത്രീകളുടെ ദുഃഖം പമ്പ കടന്നു. ഇത്രയും ചൊല്ലി മിത്രങ്ങളുടൻ തന്നെ മടങ്ങവേ ഗോപി ഹൃദയ പത്മങ്ങൾ മെത്ത പോലെ വിരിച്ചതിൽ മണിത്തേരിലിരുന്നേറെ വിളങ്ങി വിശ്വവന്ദിതൻ. ഒരാളോ രണ്ടാളോ എന്നല്ല, ഈ ലോകത്തിൽ എത്ര ആൾ ഭഗവാനെ വണങ്ങിയിട്ടില്ലെങ്കിലും അതിലുപരി എത്രയോ ആൾക്കാർ വണങ്ങുന്നവരുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഗോപീഹൃദയ പത്മങ്ങൾ മെത്ത പോലെ വിരിച്ചതിൽ മണിത്തേരിലൊരുന്നേറെ വിളങ്ങി വിശ്വവന്ദിതൻ. അക്രൂരൻ വിട്ട തേരിൻ്റെ പിന്നിലായി കാളവണ്ടികൾ നീങ്ങിത്തുടങ്ങി. വണ്ടിക്കാരുടെ കോലാഹലത്തോടും കൊടി കാണാതെയായി തേരിൻ പൊടിയും നിന്നു പാതയിൽ. കുറേ കഴിഞ്ഞപ്പോൾ തേരിൻ്റെ കൊടി കാണാതെ ഉണ്ടായിന്ന് പറഞ്ഞാൽ എന്താ, ഈ യാത്ര പോകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ബസ്സിനൊക്കെ പോകുമ്പോൾ നേർ റോഡാണ് വിചാരിക്കുക, ബസ് കാണാണ്ടാവും, പിന്നെ ബസ്സിൻ്റെ പുകയും കാണാണ്ടാവും. അതേപോലെ പിന്നിലായി കാളവണ്ടികൾ നീങ്ങി തുടങ്ങി. വണ്ടിക്കാരുടെ കോലാഹലത്തോടും കൊടി കാണാതെയായി തേരിൻ പൊടിയും നിന്നു പാതയിൽ. പൊടിയും പോയി. അത്രയും നേരം അവിടെ തന്നെ കൃഷ്ണൈക ചിത്തകൾ. ഗോപസ്ത്രീകൾക്ക് വീട്ടിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല, അവിടെ തന്നെ നിന്നു. കൃഷ്ണൈക ചിത്തകൾ, ഒരേ ഒരു വിചാരം, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അണുപോലും അനങ്ങാതെ നിന്നാർ ചിത്രങ്ങൾ പോലവേ. ചുമരിലെ ചിത്രം ചലിക്കില്ല, എത്ര വലിയ കലാകാരൻ വരച്ചാലും. ചിത്രം നന്നായിട്ടുണ്ടാവും, അനങ്ങില്ല. പറഞ്ഞോ. നാളെ പോലും മടങ്ങില്ലെന്നോർത്തു കുണ്ഠിതമേൽക്കിലും. അവിടെ ഒരു കണ്ടീഷണൽ ക്ലോസ് വരുന്നുണ്ട്. എന്താ? നാളെ പോലും മടങ്ങില്ലെന്നോർത്ത് കുണ്ഠിതമേൽക്കിലും. കുറച്ച് തിരക്കുണ്ടെന്നാണല്ലോ പറഞ്ഞു പോയിരുന്നത്. അതുകൊണ്ട് മോദിച്ചു കൃഷ്ണചരിതം പാടിയേ പോക്കീരാപ്പകൽ. അതിനാണ് നമ്മൾ ഭാഗ്യം ചെയ്യേണ്ടത്. ആര് നമ്മളെ വിട്ടു പിരിഞ്ഞാലും, അച്ഛൻ, അമ്മ, ചിലപ്പോൾ ഭാര്യ വിട്ടു പോവും, ചിലപ്പോൾ ഭർത്താവ് വിട്ടു പോവും, ചിലപ്പോൾ കുട്ടികൾ, ജന്മം കൊടുത്ത കുട്ടികൾ നമ്മളെ വിട്ടു പോവും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ആത്മാവ് ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ജീവിക്കണം. ചീത്ത കാര്യങ്ങൾ, മനസ്സിന് ദുഃഖം ഉണ്ടാകുന്ന കാര്യങ്ങൾ ആലോചിക്കാനേ പാടില്ല. അപ്പോൾ ഞാൻ നോക്കൂ, എനിക്ക് 21.5 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെരുവഴിയിലായിരുന്നു ആ സമയത്ത്. 5 കുട്ടികളിലെ ഒരു മൂത്ത കുട്ടിക്ക് കണ്ണ് കാണില്ല, ചേച്ചിക്ക്. ബാക്കി രണ്ടും. ഏട്ടൻ ഒരു ചേച്ചിക്ക് വേണ്ടി എക്സ്ചേഞ്ച് മാരേജ് ചെയ്തു, ഞാൻ ഒരു അനിയത്തിക്ക് വേണ്ടി എക്സ്ചേഞ്ച് മാരേജ് ചെയ്തു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു സാധാ എബോവ് ആവറേജ് എന്ന് എല്ലാവരുടെയും കാര്യത്തിൽ പറയാം. പക്ഷെ ഞാൻ എക്സ്ട്രാ ഓർഡിനറി ആവറേജാണ്. കാരണം എന്താ? ഈശ്വര ചിന്തകൾ മാത്രം. അതുകൊണ്ടാണ് എനിക്ക് ഗുണം കിട്ടിയത്. അപ്പം ഞാൻ ഓരോ എപ്പിസോഡ് പറയുമ്പം ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറഞ്ഞത് എൻ്റെ അഭിവന്യ പിതാവിനെ ഒരു ഋഷിയായിട്ട് കണ്ട്
അദ്ദേഹം ഒരു മന്ത്രം കണ്ടുപിടിച്ചു, രാജഗോപാല മന്ത്രം. അതാണ് സത്യത ഉണ്ടായത്. അപ്പോൾ മോദിച്ചു കൃഷ്ണചരിതം പാടിയേ പോക്കി രാവും പകലും ശ്രീകൃഷ്ണ കഥാമൃതം വായിക്കണേ. അക്രൂരനോ രാമകൃഷ്ണന്മാരോടൊത്തു മഹാശയൻ വളഞ്ഞ വഴിയിൽ കൂടി ചെന്നെത്തി യമുനാതടം. അതായത് ഷോർട്ട് കട്ടിലേതർത്ഥം, വളഞ്ഞ വഴിയല്ല, വളഞ്ഞ വഴിയിൽ കൂടി ചെന്നെത്തി യമുനാതടം. കൈകാൽ കഴുകി രണ്ടാളും തെളിഞ്ഞു ഒഴുകും ആ ജലം കോരി കുടിച്ചു കയറി തണൽ കൊള്ളുന്ന വണ്ടിയിൽ. തേര് കയറിയിരുന്നു ആര്? രാമകൃഷ്ണന്മാരെ കൈകാല് കഴുകി മുഖമൊക്കെ കഴുകി കുറച്ച് തിളനീര് കുടിച്ചു. തണലിലാണ് കുതിരേനെ അഴിച്ച് തേര് കെട്ടിയിട്ടുള്ളത്. അതിൽ കയറിയിരുന്നു. കോരി കുടിച്ചു കയറി തണൽ കൊള്ളുന്ന വണ്ടിയിൽ തേർത്തട്ടിലവരെ ചെന്നങ്ങിരുത്തി വിനയാന്യുതൻ ചെയ്താൻ മാധ്യാനിക സ്നാനം അക്രൂരൻ വിധി പോലവേ. വിഷ്ണു ഭക്തനാണ്, 3 നേരം കുളിക്കും. കാലത്തൊരു കുളി, ഉഷസ് സൂര്യൻ ഉദിക്കണതിൻ്റെ മുമ്പ്, എന്നിട്ട് സൂര്യന് അർഘ്യം കൊടുക്കും. ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിൽ 12 മണി സമയത്തൊന്ന് കുളിച്ച് സൂര്യന് അർഘ്യം കൊടുക്കും. വൈകുന്നേരം അസ്തമത്തിന് മുമ്പ് കുളിച്ച് സൂര്യന് അർഘ്യം കൊടുക്കും. അപ്പോൾ ചെയ്താൻ മധ്യാഹ്നിക സ്നാനം, ഉച്ചയാകുമ്പോഴത്തെ കുളി, വിധി പോലവേ. പ്രണവം ചൊല്ലി മുങ്ങുമ്പോൾ ഓർത്താൻ അദ്ദേഹം ഈ വിധം ഓം ഒരു 3 മുങ്ങൽ ഓർത്താൻ അദ്ദേഹം ഈ വിധം കംസൻ്റെ മുമ്പിലേക്കല്ലോ ഞാൻ ഈ കൊച്ചു കിടാങ്ങളെ കൊണ്ടുപോകേണ്ടത്. അതിദുഷ്ടനായിരിക്കുന്ന കശ്മല സ്വഭാവമുള്ള ആ കംസൻ്റെ മുമ്പിലേക്ക് ഞാൻ ഈ കുട്ടികളിട്ട് കൊടുക്കണ്ടേ? എൻ്റെ ഒരു വിധി ഇങ്ങനെ ആയുല്ലോ കൃഷ്ണ, ഗുരുവായൂരപ്പ പറയണം മുങ്ങലും. ഇതാരറിഞ്ഞു? കൃഷ്ണൻ അറിഞ്ഞു. പാവം മനുഷ്യൻ എത്ര ദുഃഖിക്കുന്നുണ്ട് നമ്മളെ പറ്റിയിട്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് അക്രൂരൻ്റെ മനസ്സിൽ ദുഃഖമില്ലാണ്ടി കൊടുക്കുക? അതിന് ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവാണെന്നും എന്നെ ആർക്കും അപായപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള സത്യത്തിനെ ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ചെയ്യുക? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു വിദ്യ കണ്ടുപിടിച്ചു. ഏതായാലും ഇപ്പം ഇദ്ദേഹം കാളിന്തിയിലല്ലേ മുങ്ങണത്, അപ്പം ഞാൻ ആരാ എന്നുള്ളത് കാട്ടിക്കൊടുത്തളെ. ഞാൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ഞാൻ അനന്തശായി ആണ്, ഞാൻ വൈകുണ്ഠവാസനാണ് എന്നിട്ട് കാട്ടിക്കൊടുത്തളെ. എന്നാൽ കഴിഞ്ഞല്ലോ ഈ പൊല്ലാപ്പ്. പിന്നെ അദ്ദേഹത്തിന് നമ്മളെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രണവം ചൊല്ലി മുങ്ങുമ്പോൾ ഓർത്താൻ അദ്ദേഹം ഈ വിധം കംസൻ്റെ മുമ്പിലേക്കല്ലോ ഞാൻ ഈ കൊച്ചു കീടാങ്ങളെ കൊണ്ടുപോകേണ്ടത്. ആ മട്ടിലുള്ള ഉള്ളം ഒട്ടേറെ മാർഗവേ. അങ്ങനെ മനസ്സ് വളരെയധികം വിഷമിച്ചപ്പോൾ കാളിന്തിയിൽ തൻ മുമ്പാകെ തെളിഞ്ഞ 2 പേരെയും, കാളിന്തിയിൽ തൻ മുമ്പാകെ വള്ളത്തിൽ മുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 ആളേന് ഒന്ന് തെളിഞ്ഞ് കണ്ടു. കാളിന്തിയിൽ തൻ മുൻപാകെ തെളിഞ്ഞ 2 പേരെയും കണ്ടാൻ ദോഷങ്ങൾ നീങ്ങിയിടലെങ്ങും മിന്നും വിഭുക്കളെ. അനന്തനെയും അനന്തശായിനെയും കണ്ടു എന്നാ. കൃഷ്ണൻ വിഷ്ണുവായിട്ടും ബലരാമൻ അനന്തനായിട്ടും കണ്ടു. കണ്ടാൻ ദോഷങ്ങൾ നീങ്ങിയിടിലെങ്ങും മിന്നും വിഭുക്കളെ തേർത്തട്ടിൽ മേവും പൈതങ്ങളെ വിടം വന്നിതിങ്ങനെ. എങ്ങനെ ഇപ്പം അവർ ഇവിടെ എത്തിയത് എന്നോർത്തു പൊങ്ങിനാൻ പെട്ടെന്ന് അവിടം താനിരിക്കയാം. ഇതെന്ത് മറിയുമായത്? ഉയർന്ന് അങ്ങോട്ട് നോക്കുമ്പോണ്ട് അവിടെ, മുങ്ങി നോക്കുമ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ എന്നോർത്ത് പൊങ്ങിനാൻ പെട്ടെന്ന് അവിടം താനിരിക്കയാം. ഇങ്ങും അങ്ങും ഒരേ മട്ടിൽ കാൺമെതെന്തൊരു മായയോ. കാണണം സത്യമിങ്ങൊന്നുകൂടിയും മുങ്ങി നോക്കിയടാം. ഒന്നും കൂടി മുങ്ങി എന്നോർത്ത് വീണ്ടും മുങ്ങിയിടും അക്രൂരൻ മഹാപ്രഭു കാട്ടിനാൻ തൻ്റെ യഥാർത്ഥ്യം. ഭക്തനു കരുണാനിധി.
ഒന്നുമില്ലെങ്കിൽ നമുക്ക് അക്ഷരങ്ങളിൽ കൂടെ ഇത് കണ്ടുകൂടെ? ഞാനതാ ആലോചിക്കുന്നത്. അക്ഷരങ്ങളിൽ കൂടെ ഇത് കണ്ട് ആനന്ദിച്ചൂടെ? പ്രത്യക്ഷ കൃഷ്ണയെ വഹി. ഭാഗവതത്തിൽ ഓരോ അക്ഷരങ്ങളും ഭഗവാൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കിയാൽ മതി, ഭഗവാനാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എത്രയോ കാലമായുള്ളിൽ മിന്നും മിന്നിഷ്ടദൈവതം വിഷ്ണു തന്നെയാം വസുദേവൻ്റെ മുമ്പിൽ അവതീർണനായി. എൻ്റെ സാക്ഷാൽ ദൈവം, ഞാൻ വിചാരിക്കുന്ന ദൈവം മഹാവിഷ്ണു തന്നെയാണ് കൃഷ്ണൻ എന്നത് ഇതിന് ബോധ്യായി. തന്നെയാം വസുദേവൻ്റെ മുമ്പിൽ അവതീർണനായി ശോഭിക്കും ഈ നന്ദഗോപകുമാരൻ നളിനേക്ഷണൻ താമരതളനയനൻ. മല്ലന്മാരെ ഒക്കെയും ഇവർക്ക് ഓരോരോ രോമശകങ്ങളാം. ഇവരുടെ ഓരോ രോമത്തിനേ ഉള്ളൂ ഈ മല്ലന്മാർ, കംസൻ്റെ മല്ലന്മാരൊക്കെയും ഇവർക്ക് ഓരോരോ മശകങ്ങളാം. കൊതു, മശകം എന്ന് പറഞ്ഞാൽ കൊതു എന്ന് അർത്ഥം, രോമം അല്ല, കൊതു. കംസനോ കേവലം സഷ്പം എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ, ഒരു പൂമ്പാറ്റയെ പോലെയുള്ളൂ. കൈടഭാന്തകനാണിവൻ. ഇവൻ ആരാന്നാ പറഞ്ഞത്? കൈടഭാന്തൻ, മധുകൈടഭാന്തകൻ എന്നാ. മധു എൻ്റെ കൈടവൻ. ദേവി ഭാഗവതത്തിലാണ് ആ കഥ. ദേവന്മാരും അസുരന്മാരും കൂടി ദേവാസുര യുദ്ധം നടന്നു. ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട്. എന്നിട്ട് യുദ്ധത്തിൽ മഹാവിഷ്ണു ക്ഷീണിച്ചു. തൻ്റെ ശാർങ്കം എന്ന വില്ല് കെട്ടഴിക്കാണ്ട് അതിൻ്റെ ഞാണുമ്പിൽ തലവെച്ച് കിടന്നുറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദ്രന് ഒരു മഹായാഗം നടക്കണം. മഹായാഗം നടക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഉണർത്തണം. വിഷ്ണുവിനുള്ള ഭാഗം ഭഗവാൻ ആഹരിക്കണ്ടേ, ഭുജിക്കണ്ടേ? അപ്പം എന്താ ചെയ്യാന്നായി. അങ്ങനെ 5000 വർഷങ്ങളായിട്ട് ഉറങ്ങിയെന്നാണ് പറഞ്ഞത്. ഡിവൈൻ ഇയേഴ്സ് ക്ഷീണിച്ചിട്ട്. വിഷ്ണുവിന് ക്ഷീണമുണ്ടോ ചോദിക്കരുത്, കുരുത്തക്കേട് ചോദിക്കണ്ട. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ എൻ്റെ ഒരു നാട്ടിലത്തെ അടുത്ത ഒരാളെ ഫ്രണ്ടാക്കി ഞാൻ. അപ്പോൾ മൂപ്പര് അമ്പലം ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു. എടാ അപ്പം ഫ്രണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എഴുതുന്ന പോസ്റ്റിനൊക്കെ താൻ തോന്നി ഇത്തരം പറയാൻ തുടങ്ങി. ഇന്ന് ഞാൻ അൺഫ്രണ്ടാക്കി, വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമ്മളെ നിരുത്തരവാദപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ശ്വാസം മുട്ടിക്കുകയാണെങ്കിൽ പിന്നെ നിവൃത്തിയില്ല. ഞാൻ അത് സന്ദർഭോചിതമായിട്ടത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി കൈടവാന്തൻ, അന്തകനാണ്. കൈടവൻ്റെയും മധുവിൻ്റെയും കൈടവൻ്റെയും അന്തകനാണ് ഇദ്ദേഹം. അപ്പോൾ ചെതലായിട്ട് കഥ മുഴുമിച്ചതായതായാലും ചെതലിനെ സൃഷ്ടിച്ചു എന്നാണ് ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവിനോട് ചെതൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെതൽ പിടിച്ചാൽ അദ്ദേഹം ഉണരും, എനിക്കെന്താ തിരിഞ്ഞു ചോദിച്ചു അത്ര. അപ്പോൾ കൈക്കൂലി അന്നുണ്ട്. അവ പറഞ്ഞു, ഈ യാഗങ്ങൾ ചെയ്യുമ്പോൾ ഏതൊരു പാത്രത്തിലത്തെ നെയ്യ് മുക്കിയിട്ടാണ് സ്രുവം കൊണ്ട് ഈ അഗ്നിയിൽ ഒഴിക്കണത്. അപ്പോൾ ഈ മുൻഭാഗത്തുള്ള യാഗകുണ്ഡം അതിൽ വീണ് നിങ്ങൾക്കന്ന് പറഞ്ഞു ചെതലിനുള്ളതാണത്. അപ്പോൾ ഇതൊക്കെ കഥകൾ വായിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്താണെന്നാ പറയാം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. പക്ഷെ നമുക്കതിന് ക്ഷമയില്ല ആൾക്കാർക്ക്, എത്ര പറഞ്ഞു കൊടുത്താലും അതെ പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോൾ വേറൊരാളോട് പറഞ്ഞു എൻ്റെ ചാനലൊന്ന് അപ്പോൾ പറഞ്ഞു, എന്താ മാഷേത് 1078 ചാനലുണ്ട്. 1078 അവർ വിചാരിച്ചത് ഈ പൊളിറ്റിക്കൽ ചാനൽസ് ഉണ്ട് ഒരുപാട്, അതാണ് 1078 നട്ടെന്ന് തോന്നുന്നത്. ഇത് ആധ്യാത്മിക ചാനൽ ആയിരക്കണക്കിനുണ്ട്. എന്നിട്ട് അവസാനം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുകൊണ്ട് ഒഴിവാറ്റത് ഇട്ടോ ഓല്ല പറഞ്ഞോ. അപ്പോൾ എന്തായാലും
ഈ മട്ടോർത്തുള്ളിലൂറിയിടും ശങ്കയറ്റ മഹാശയൻ. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി, ഇനി ഈ കുട്ടികളെ പറ്റി എനിക്ക് പേടിയില്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഈ മട്ടോർത്തുള്ളിലൂറിയിടും ശങ്കയറ്റ മഹാശയൻ കണ്ടാൻ വൈകുണ്ഠലോകത്തിൽ മഹാവിഷ്ണുവിനെ സ്വയം. തീർത്ഥട്ടിൽ നീലാംബരനായി വിളങ്ങും ബലരാമനാം സാക്ഷാൽ അനന്തൻ ബ്രഹ്മാണ്ടം കടുകിൻ മണിയായവൻ. ഈ ഭൂമിയെ മുഴുവൻ ഒരു കടുകുമണിയായിട്ട് 1000 തലയിൽ വെച്ചിട്ടാണ് മൂപ്പര്. തീർത്ഥട്ടിൽ നീലാംബരനായി വിളങ്ങും ബലരാമനാം സാക്ഷാൽ അനന്തൻ ബ്രഹ്മാണ്ടം കടുകിൻ മണിയായവൻ. മഹാരത്നങ്ങൾ മിന്നീടും 1000 ഫണമാർന്നവൻ സർവൈശ്വരനതേ വെള്ളിക്കുന്നെതിർപ്പെട്ടുമെത്തയിൽ. അനന്തൻ ഇങ്ങനെ ചുറ്റിയിട്ട് നോക്കുമ്പോൾ വെള്ളിക്കുന്ന്, ഹിമാലയ പർവ്വതം പോലെ വെള്ളിയുടെ ഈ എന്താ പറയുക, സൂര്യബിംബത്തിൽ സൂര്യരശ്മിയിൽ പളപളാന്ന് മിന്നുന്ന ഒരു മെത്തേല കിടക്കണമെന്ന്. ഹിമാലയ പർവ്വതത്തിൽ മഞ്ഞും മൂടി കിടക്കുന്നത് വെള്ളിമാമല എന്നാണ് പറയുക. അതേപോലെ ആണെന്നാ സമുദ്രത്തിൽ. അപ്പോൾ സർവേശ്വരനെ വെള്ളിക്കുന്നെതിർപ്പെട്ടുമെത്തയിൽ കിടന്നിടുകയാണ് ഇന്ദ്രനീലോപല മനോഹരൻ. ഇന്ദ്രനീലത്തിൻ്റെ നിറത്തോടു കൂടിയിട്ടുള്ള അർത്ഥം പറഞ്ഞു. അപ്പോൾ അവിടെ ശംഖചക്രഗതാ പത്മവിഭൂഷിതകരാംബുജൻ. ശംഖചക്രം ഗതാ പത്മത്തോടു കൂടിയിട്ട് ചതുർബാഹുവായിട്ട് അങ്ങനെ കിടക്കുകയാണ് അനന്തശായി. കോടാനുകോടി ബ്രഹ്മാണ്ടം വെറും സങ്കല്പശക്തിയാൽ പാലിച്ചു പോരും ആനന്ദം ശ്രീമുഖത്തിലുയർന്നവൻ. മുഖത്തിയലുന്നവൻ. മുഖത്തിൽ എത്ര സങ്കല്പശക്തി കൊണ്ട് കോടാനുകോടി സൗരയൂഥങ്ങളെ പരിരക്ഷിച്ച് വരുന്നവൻ. ബ്രഹ്മരുദ്രാദിയിൽ തൃക്കൺ കടാക്ഷമരുളുന്നവൻ. ദേവർഷി മുതലായോർതൻ ഭക്തി കണ്ടലിയുന്നവൻ. ബ്രഹ്മാവിനോടും രുദ്രനോടും എന്തെന്നില്ലാത്ത അനുകമ്പുണ്ട് ഭഗവാന്. പിന്നെയോ കോടാനുകോടി ഋഷീശ്വരന്മാരുടെ ഭക്തി കണ്ട് അലിയുന്നവനാണ്. അപ്പോൾ നമ്മുടെ ഭക്തി കണ്ട് അലിയും, പക്ഷെ നമുക്ക് ഭക്തി ഉണ്ടാവണമെന്ന് മാത്രം. സംശുദ്ധമായ ഭക്തി ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. മരീചി കാശ്യപൻ മുമ്പായവർ തൻ പൂജയേൽക്കുപോൻ. മരീചി കശ്യപ പ്രജാപതി മുതലായിട്ടുള്ള സപ്തർഷികളുടെ പൂജയേൽക്കുന്നവൻ. പേർ പൂണ്ട പുണ്യവാന്മാർ തൻ കീർത്തനാദികൾ കേൾക്കുവോൻ. പേരെടുത്ത പുണ്യവാന്മാരുടെ കീർത്തനാദികൾ കേൾക്കുവാൻ. അല്ലാണ്ട് ഉദരം നിമിത്തം ബഹുൃത വേഷം അല്ല. പ്രൊണൗൺസയോ ഉദരനിമിത്തം ബഹുൃത വേഷമല്ല. കാശ് അതായത് ഞാൻ പറഞ്ഞ കേട്ടണല്ലേ, തിരുവാറന്മുളയിൽ ഒരു പരിപാടിയുണ്ട്. ഭാഗവതം വായിക്കാൻ അവിടെ ഒരുപാട് സാധുക്കളുണ്ട്. അപ്പോൾ അവരൊരു ചീട്ട് ബുക്ക് ചെയ്താൽ അവിടെ അഗ്രശാലയിലോ അതോ ഹോട്ടലിലോട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കും, അന്നദാനം. അപ്പോൾ വഴിപാടാണതൊക്കെ. ആ വഴിപാട് ഭാഗവതമല്ല. ഞാൻ ഇവിടെ പറഞ്ഞത് പുണ്യവാന്മാർ തൻ കീർത്തനാദികൾ കേൾക്കുവോൻ. കാശിന് കൊടുത്തിട്ട് കേൾക്കുന്ന ആൾക്കാരല്ല. ഈ മഹാപ്രഭുവൻ കൃഷ്ണൻ തന്നെ എന്നോർത്തുറച്ചുടൻ. ഈ മഹാവിഷ്ണു തന്നെയാണ് ഇപ്പോൾ കൃഷ്ണനായിട്ട് ഞാൻ തേരോട്ടി കൊണ്ടുപോകുന്ന മഹാന്മാരെന്ന് മനസ്സിലാക്കിയോടുകൂടി ഓർത്ത് ഉറച്ചുടൻ ആശ്ചര്യമാർന്നാൻ അക്രൂരൻ പരമാനന്ദ വിഹ്വലൻ. വളരെയധികം ഹാപ്പിയായി അദ്ദേഹം. ആമന്ദം ഉള്ളിൽ ഉടൻ ആദരണീയ കൃഷ്ണപ്രേമം പെട്ടെന്നുളവായതെന്നാ. ആമന്ദം എന്ന് പറഞ്ഞാൽ ആമന്ദം, പെട്ടെന്ന്, മന്ദമല്ല, ആമന്ദം. ഉള്ളിലുടനാദരണീയ കൃഷ്ണപ്രേമം വഴിഞ്ഞൊഴുകും ആ മഹിതാനുഭാവൻ രോമാഞ്ചകഞ്ചുക വിഭൂഷിതൻ ഇന്ദ്രനീലശ്യാമൻ്റെ കാത്തളിറിലിങ്ങനെ വാഴ്ത്തിനാൻ. ഭഗവാനെ വർണ്ണിച്ചു എന്നർത്ഥം, അത്രയേ ഉള്ളൂ. രോമാഞ്ചകഞ്ചുക വിഭൂഷിതൻ ഇന്ദ്രനീലശ്യാമൻ്റെ കാൽത്തളിറിലിങ്ങനെ വാഴ്ത്തി നിന്നാൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകോനശതതമസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
അപ്പോൾ ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.